അല്ല, ഞാനാണ് ഒരു ദിവസം കല്ലൂർ പള്ളിയിൽ പോയി. അപ്പം ഞാനിങ്ങനെ ഷൂട്ടുള്ളതിൻ്റെ തലേ ദിവസം പോകണം എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ അവിടുത്തെ ഷൂട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് ആ ഷൂട്ട് അത്ര നന്നായിട്ട് പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് രാത്രി ഇരുന്നപ്പോൾ ഓർത്തപ്പം ഞാൻ ഒരു 12:30-1 മണിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പെട്ടെന്ന് പള്ളിയിൽ പോയി. അപ്പം ഞാൻ ഇങ്ങനെ തിരിച്ചു ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു കല്ലൂർ പള്ളിയിൽ പോയി. അങ്ങനല്ല, ഞാൻ അല്ലാതെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ പോയി നോക്കിയാണ്. അപ്പം എനിക്ക് എന്തോ ഇപ്പോൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും. അപ്പം ഞാനിത് ഒന്ന് അലക്സ് റാച്ചനോട് പറഞ്ഞപ്പോഴത്തേക്ക് അലക്സ് റാച്ചൻ പറഞ്ഞു നല്ലതാടാ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തോ നമുക്കിങ്ങനെ ചില കാര്യങ്ങളും അങ്ങനെ പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതല്ലേ. ഇപ്പോൾ അലക്സ് റാച്ചൻ പറഞ്ഞു അതെ അതെ അത് നല്ലതാടാ. റിൻഷുവിന് ഈ അടുത്ത് വഴി കിടന്ന് ഒരു മാതാവിൻ്റെ ഒരു ലോക്കറ്റ്, അത് ഞാൻ പറയാം. ഞാൻ നോക്കുമ്പോൾ താഴെ ഒരു ലോക്കറ്റ് കിടക്കുന്നു. അപ്പൊ നമുക്ക് സാധാരണ മറ്റേ ഈ ഫൈബർ ചില്ല് പോലത്തെ ഒരു മെറ്റീരിയൽ മാതാവിന്റെ രൂപ. ആരുടെ ഒരു ദൈവം, അല്ല ഒരു ദൈവമാണല്ലോ. ചുമ്മാ എടുത്ത് ഞാൻ പേഴ്സിൽ വെച്ചു. അപ്പോൾ പിന്നെ ഇത് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ അലക്സിന്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ പേഴ്സ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതെന്റെ കയ്യിൽ വീണേ. അപ്പോൾ മച്ചു ഇതെന്നാടാ കൃപാസന മാതാവ് നിന്റെ കയ്യിൽ. അപ്പൊ ഞാൻ ശരിക്കും നോക്കുമ്പോ ഇത് എന്റെ പേഴ്സിനകത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ ഷോയാ വന്ന് കൊട്ടുക. അലക്സ് റാച്ചൻ പറഞ്ഞ റിൻഷു പറയണത് ഈ പറഞ്ഞ കൃപാസന മാതാവിനെ കിട്ടിയപ്പോ തൊട്ട് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ പേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് അടിച്ചു മാറ്റണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. കൃപാസന മാതാവ് രണ്ട് സൈഡിലുണ്ട്. ഞാനൊന്നും പറയണില്ല.